ഷിയാൻ ഇൻ്റർവ്യൂവിന് സംബന്ധിച്ചിരുന്ന സമയത്തിന് മുമ്പ് തന്നെ അവൾ എത്തിയിട്ടുണ്ടെന്ന് റിസപ്ഷനിലെ സ്റ്റാഫ് അവനെ വിളിച്ചറിയിക്കുന്നു. വന്നിരിക്കുന്നത് നേരത്തെ ആണെങ്കിലും ആ ടൈമിൽ ഫ്രീ ആയതുകൊണ്ട് അവളെ അകത്തേക്ക് കടത്തിവിടാൻ അവൻ അനുവാദം നൽകുന്നു. അവൻ പ്രതീക്ഷിച്ചിരുന്നത് ഷുയിയാണ്. പക്ഷേ അവൾക്ക് പകരം ഇൻ്റർവ്യൂ ചെയ്യാൻ എത്തിയത് യുലിംഗ് ആയിരുന്നു. അവളെ കണ്ടപ്പോൾ തന്നെ അവൻ ആകെ നിരാശയാകുന്നുണ്ട്. ഷുയിക്ക് ചില ബുദ്ധിമുട്ടുകൾ കാരണം ഇന്നത്തെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. അതിന് പകരമായി എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണെന്ന് അവൾ പറയുന്നു. അത് പൂർണ്ണ വിശ്വാസം വരാത്തതുകൊണ്ട് അവൾ കൊണ്ടുവന്നിരുന്ന ക്വസ്റ്റ്യൻ വാങ്ങി അവൻ നോക്കുന്നുണ്ട്. ഷുയി നേരത്തെ അവൻ അയച്ചു കൊടുത്തിരുന്ന ക്വസ്റ്റ്യൻസ് തന്നെ ആയതുകൊണ്ട് ലൂയിങ് പറഞ്ഞതുപോലെ അവൾക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കും വരാതിരുന്നതെന്ന് കരുതി അവൻ ഇൻ്റർവ്യൂ നൽകാൻ തയ്യാറാകുന്നു. പക്ഷേ യുലിംഗ് എഴുതി വെച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കി വായിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അവന് ബോറടിക്കാൻ തുടങ്ങുന്നു. യുലിംഗ് ഇവൻ്റെ ചീറ്റിംഗ് ചെയ്തതിനെക്കുറിച്ച് അറിയാതെ ഇൻ്റർവ്യൂവിന് പറഞ്ഞിരുന്ന സമയമായപ്പോൾ ഷുയി അവൻ്റെ കമ്പനിയിലെത്തുന്നു. റുവ പറഞ്ഞതുപോലെ നന്നായി ഒരുങ്ങിയാണ് അവൾ വന്നിരിക്കുന്നത്. റിസപ്ഷനിൽ പേര് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കമ്പനിയിലെ ജേർണലിസ്റ്റ് എല്ലാം ഇത്രയ്ക്ക് സുന്ദരിമാരാണോ എന്ന് അവിടുത്തെ സെക്യൂരിറ്റി ചോദിക്കുന്നുണ്ട്. പേരെഴുതുന്ന സമയത്ത് രജിസ്റ്റർ ബുക്കിൽ യുലിങ്ങിൻ്റെയും പേരെഴുതിയിരിക്കുന്നത് അവൾ കാണുന്നു. അപ്പോൾ തന്നെ അവൾക്ക് എന്തോ അപകടം മണക്കുന്നുണ്ട്. അവൾ അകത്ത് നിന്ന് അവൻ്റെ അസിസ്റ്റന്റിനോട് സംസാരിച്ചപ്പോൾ തന്നെ തനിക്ക് പകരം യുലിങ് കുറേ മുമ്പ് തന്നെ വന്ന് ഇൻ്റർവ്യൂ എടുത്തിട്ട് മടങ്ങിയ വിവരം അറിയുന്നു. അവൾ ചീറ്റ് ചെയ്തതാണെന്ന് ഷുയി അവരോട് പറയുന്നില്ല. ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഇടയിൽ വന്ന പ്രശ്നം കൊണ്ട് സംഭവിച്ചതാണെന്ന് പറഞ്ഞ് അവൾ സോറി പറയുന്നു. അപ്പോഴേക്കും ഷിയാൻ ഇവിടെ പോകാൻ റെഡിയായി പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അവനെ കണ്ടപ്പോൾ സ്വയം മറന്നതുപോലെ അവൾ ചിരിയൊക്കെ പാസാക്കി നിന്നതാണ്. അവൻ അടുത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ തന്നോട് സംസാരിക്കുമെന്നും അവൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ അവനൊന്നും മിണ്ടാതെ അവളെ പാസ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. അവൻ കുറച്ച് മുന്നോട്ട് നടന്നു കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് പരിസരബോധം വന്നത്. അവൾ വേഗം അവൻ്റെ പുറകെ ഓടിച്ചെന്നിട്ട് എനിക്കൊരു ഇൻ്റർവ്യൂ കൂടി നൽകാൻ പറ്റുമോ? ഞാൻ എത്ര ദിവസമായി ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുകയാണെന്ന് അറിയാമോ? നേരത്തെ കഴിഞ്ഞത് ബേസിക് ആയിട്ടുള്ള ഇൻ്റർവ്യൂ ആണ്. എനിക്ക് കുറച്ചുകൂടി ചോദിക്കാനുണ്ട്. 5 ചോദ്യങ്ങൾ കൂടി മറുപടി നൽകിയാൽ മതി എന്നൊക്കെ പറഞ്ഞൊരു ഇൻ്റർവ്യൂ കൂടി നൽകാൻ അവനോട് റിക്വസ്റ്റ് ചെയ്യുന്നു. അവൾക്ക് ചോദിക്കാനുള്ള 5 ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവൻ ചോദിക്കുന്നു. അവൾ അവിടെ നിന്നുകൊണ്ട് തന്നെ തൻ്റെ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നു. അത് കേട്ടപ്പോൾ തന്നെ തൻ്റെ കമ്പനിയെക്കുറിച്ച് നന്നായി മനസ്സിലാക്കിയിട്ടാണ് അവൾ വന്നിരിക്കുന്നതെന്ന് അവന് മനസ്സിലാകുന്നു. അതുകൊണ്ട് ഇൻ്റർവ്യൂ നൽകാൻ തയ്യാറാണ്. തനിക്കൊപ്പം വരാൻ പറഞ്ഞ് അവൻ മുന്നോട്ട് നടക്കുന്നു. അവൾ സന്തോഷത്തോടെ കൂടെ ചെല്ലുന്നുണ്ട്. ലിഫ്റ്റിൽ നിൽക്കുമ്പോൾ നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് അവൾ ചോദിച്ചെങ്കിലും അവൻ അതിന് മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ അവനൊരു കോൾ വരുന്നു. പക്ഷേ കോൾ അവൻ അറ്റൻഡ് ചെയ്യുന്നില്ല. ഉടനെ തന്നെ അസിസ്റ്റന്റിൻ്റെ ഫോണിലേക്ക് അവൻ്റെ നീസ് വിളിക്കുന്നുണ്ട്. അവളാണ് അവൻ്റെ ഫോണിലേക്ക് വിളിച്ചത്. അങ്കിളിനോട് ഫോൺ എടുക്കാൻ പറയാൻ അവൾ ബഹളം വെച്ച് പറയുന്നത് കേട്ടപ്പോഴാണ് തൻ്റെ ശത്രുവാണ് വിളിക്കുന്നതെന്ന് ഷുയിക്ക് മനസ്സിലായത്. ഷിയാൻ പക്ഷേ അപ്പോഴും ഫോൺ വാങ്ങി സംസാരിക്കുന്നില്ല. അവൾ മര്യാദയ്ക്ക് പെരുമാറിയില്ലെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ മര്യാദ പഠിപ്പിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് അവൻ അവളെ വഴക്ക് പറഞ്ഞതേ ഉള്ളൂ. നീ അവളുടെ കാര്യത്തിൽ ഇത്രയൊക്കെ കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ബോയ് ഫ്രണ്ടിനെ തട്ടിയെടുക്കരുത് എന്ന് കൂടി അവളെ പഠിപ്പിച്ചുകൂടായിരുന്നോ എന്നൊക്കെ ഷുയി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പുറമെ ശബ്ദമൊന്നും കേൾക്കാനില്ലെങ്കിലും അവളെന്തോ പറഞ്ഞതുപോലെ ഷിയാനൊന്ന് തിരിഞ്ഞു നോക്കുന്നു. പാർക്കിംഗ് ഏരിയയിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അവൻ 2 മണിക്കൂർ യാത്രയ്ക്കുള്ള ഏതോ സ്ഥലത്തേക്ക് പോവുകയാണെന്ന്. വണ്ടിയിലിരുന്നാണ് ഇൻ്റർവ്യൂ ചെയ്യാനുള്ള സമയം നൽകിയിരിക്കുന്നതെന്നൊക്കെ അവൾ അറിയുന്നത്. വണ്ടിയിലിരുന്നല്ല, വേണമെങ്കിൽ വണ്ടിയുടെ അടിയിലിരുന്ന് വേണമെങ്കിലും ഇൻ്റർവ്യൂ നൽകാൻ അവൾ തയ്യാറായിരുന്നു. അവൻ്റെ ഇൻ്റർവ്യൂ ഈ രീതിയിലായിരിക്കുമെന്ന് തീരെ പ്രതീക്ഷിച്ചതല്ല എന്ന സന്തോഷത്തോടെയാണ് അവൾ വണ്ടിയിൽ ചെന്ന് കയറിയത്. അതിനുള്ളിൽ കയറിയെന്ന് കഴിഞ്ഞപ്പോൾ എങ്ങനെ തുടങ്ങണമെന്നറിയാതെ അവൾ ആകെ കൺഫ്യൂഷൻ ആകുന്നുണ്ട്. റുവ കഴിഞ്ഞ ദിവസം ഉപദേശിച്ചതുപോലെ മുടിയൊക്കെ പുറകിലേക്കിട്ട് അവനെ അട്രാക്ട് ചെയ്യാനൊക്കെ അവൾ ശ്രമിച്ചു നോക്കുന്നുണ്ടെങ്കിലും അവൻ അതൊന്നും മൈൻഡ് ചെയ്യുന്നത് പോലുമില്ല. അവൾ കൈ കുറച്ച് അവൻ്റെ അടുത്തേക്ക് നീക്കി വെച്ചിരുന്ന് നോക്കുന്നുണ്ട്. പക്ഷെ അവൻ അറിയാത്ത മട്ടിൽ അവൻ്റെ കൈയെടുത്ത് മാറ്റുന്നു. അവൾ അത്ര കാര്യമായിട്ടൊക്കെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ചൂടെടുക്കുന്നുണ്ടോ എന്ന് അവൻ ചോദിക്കുന്നു. ഇല്ലെന്നാണ് അവൾ പറഞ്ഞതെങ്കിലും അവൻ ഡ്രൈവറോട് പറഞ്ഞ് അവളിരിക്കുന്ന സൈഡിൽ ഗ്ലാസ് താഴ്ത്തിക്കുന്നു. കാറ്റടിക്കാൻ തുടങ്ങിയതോടെ അവൾക്ക് നന്നായി തണുക്കുന്നുണ്ട്. അതോടെ നേരത്തെ വിശാലമായി എടുത്തു വെച്ചിരുന്ന കൈയൊക്കെ എടുത്ത് മാറ്റി അവൾ ചുരുണ്ടുകൂടാൻ തുടങ്ങുന്നു. അപ്പോഴാണ് എനിക്ക് സമയം വളരെ കുറവാണ് എന്ന് അവനെ ഓർമ്മിപ്പിച്ചത്. അവൾ പെട്ടെന്ന് തന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ തുടങ്ങുന്നു. അവൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ യുലിങ് പറയുന്നതുപോലെ തന്നെ ബോറായിരിക്കുമെന്ന് കരുതി അവനാകെ മൂഡ് ഓഫ് ആയതാണ്. പക്ഷേ ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ തന്നെ അവൻ്റെ ചിന്താഗതിയൊക്കെ മാറുന്നുണ്ട്. സ്വാഭാവികമായ രീതിയിൽ സംസാരിച്ച് വരുന്നത് പോലെയാണ് അവൾ പിന്നെ അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയത്. അവനത് ശരിക്കും ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ വളരെ താല്പര്യത്തോടെ അവൻ ഓരോന്നിനും മറുപടി നൽകാൻ തുടങ്ങുന്നു. സത്യത്തിൽ അതൊരു ഇൻ്റർവ്യൂ എന്ന് പറയാൻ കഴിയില്ല. രണ്ടുപേർ തമ്മിൽ സംസാരിക്കുന്നത് പോലെയാണ് അവർ രണ്ടുപേരും കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തത്. സമയം പോകുന്നൊന്നും രണ്ടുപേരും അറിയുന്നതേയില്ല. അവൾക്കറിയേണ്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവസാനം ഒരു ചോദ്യം കൂടി അവൾ ചോദിക്കുന്നുണ്ട്. അവൻ്റെ അച്ഛൻ്റെ കമ്പനി വിട്ട് അവൻ സ്വന്തമായി ഒരു കമ്പനി തുടങ്ങാനുള്ള റീസൺ എന്തായിരുന്നു? അന്ന് അച്ഛൻ അതിനെ സപ്പോർട്ട് ചെയ്തിരുന്നതെന്നൊക്കെ അവൾ അവസാനത്തെ ചോദ്യം എന്നുള്ളത് ചോദിക്കുന്നു. അത് കേട്ടപ്പോൾ അന്നത്തെ സംഭവം അവൻ ഓർമ്മ വരുന്നുണ്ട്. അച്ഛൻ അദ്ദേഹത്തിൻ്റെ കമ്പനി അവനെ ഏൽപ്പിക്കുന്ന കാര്യം സംസാരിച്ചപ്പോൾ കമ്പനി ഏറ്റെടുക്കാൻ എന്നേക്കാൾ യോഗ്യത ബ്രദറിലോയ്ക്കാണ് എന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറുന്നു. സ്വന്തമായി കമ്പനി തുടങ്ങാനുള്ള താല്പര്യത്തെക്കുറിച്ചും അച്ഛനെ അറിയിക്കുന്നു. ആദ്യം അദ്ദേഹം അവനെ ശക്തമായി എതിർക്കുന്നുണ്ട്. പക്ഷേ അവൻ്റെ തീരുമാനം ഉറച്ചതാണെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ എതിർപ്പൊക്കെ അവസാനിപ്പിച്ച് ആ വഴി എത്രത്തോളം ദുർഘടമാണെന്ന് ഓർമ്മിച്ചിട്ട് അദ്ദേഹം അതിന് അനുവാദം നൽകുന്നുണ്ട്. അവൻ ഉപയോഗിക്കാനേ അദ്ദേഹത്തിൻ്റെ കാറും അവനോട് എടുത്തോളം പറഞ്ഞിരുന്നു. അതൊക്കെ മനസ്സിലേക്ക് വന്നല്ലാതെ അതിനെക്കുറിച്ചൊന്നും അവൻ അവളോട് പറയുന്നില്ല. ഇൻ്റർവ്യൂവിന് അനുവദിച്ചിരുന്ന സമയം കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പോഴേക്കും അവൻ എത്തേണ്ട സ്ഥലത്ത് അവർ എത്തിയിരുന്നു. കുറച്ച് റിമോട്ടായിട്ടുള്ള ഹോഴ്സ് റൈഡിങ് സൗകര്യമുള്ള സ്ഥലത്തേക്കാണ് അവർ എത്തിയത്. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ശേഷം അവൻ അവളോട് തിരികെ പോയിക്കോളാൻ പറഞ്ഞിട്ട് അകത്തേക്ക് നടക്കുന്നു. ഈ സ്ഥലത്ത് നിന്ന് ഞാൻ എങ്ങനെ തിരികെ പോകാനാണ്? കുതിരപ്പുറത്ത് പോകുമോ എന്നൊക്കെ അവൾ മനസ്സിൽ വിചാരിക്കുന്നു. അവൻ്റെ വണ്ടിയിലാണല്ലോ ഇങ്ങോട്ടേക്ക് വന്നത്, അതുകൊണ്ട് അവൻ്റെ വണ്ടിയിൽ തന്നെ തിരികെ പോകും എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അവൾ അവൻ്റെ പുറകെ ചെല്ലുന്നു. ഇപ്പോൾ അടുത്ത ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഡിജിറ്റൽ മാഗസിന് അപ്ലോഡ് ചെയ്യുന്നതിൽ കുഴപ്പമുണ്ടോ, അവൻ്റെ വോയിസ് ഉപയോഗിക്കുന്നതിൽ പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് അവൾ പുറകെ ചെന്നത്. പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമേ ഉൾക്കൊള്ളിക്കാവൂ എന്ന് പറഞ്ഞ് അവൻ അതിന് പെർമിഷൻ നൽകുന്നു. അവന് ഗേൾഫ്രണ്ട് ഉണ്ടോ എന്നൊരു ചോദ്യം കൂടി അവൾ ചോദിക്കുന്നു. അതിന് മറുപടി നൽകാതെ അവൻ രൂക്ഷമായി നോക്കിയപ്പോൾ വായനക്കാരുടെ ആകാംക്ഷ അടക്കാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ എന്നവൾ പറയുന്നു. അവൻ വീണ്ടും മുന്നോട്ട് നടന്നപ്പോൾ ഒരു ചോദ്യം കൂടി അവൾ വിളിച്ചു ചോദിക്കുന്നുണ്ട്. അവൻ്റെ ബിസിനസ്സിനെ കുറിച്ച് വളരെ നന്നായി മനസ്സിലാക്കുന്ന ഒരാൾക്ക് മാത്രമേ അങ്ങനെ ചോദ്യം ചോദിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അവൻ കുറച്ചൊന്ന് അത്ഭുതപ്പെടുന്നുണ്ട്. വായനക്കാരുടെ ആകാംക്ഷ നടക്കാനാണോ ഈ ചോദ്യവും എന്നവൻ ചോദിക്കുന്നു. ഇതിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ചോദിച്ചതാണെന്ന് അവൾ പറഞ്ഞപ്പോഴേക്കും
അവൻ മീറ്റ് ചെയ്യാമെന്ന അങ്കിൾ ഗു അവിടേക്ക് വരുന്നു. അദ്ദേഹവും പ്രമുഖനായ ഒരു ബിസിനസ്സുകാരനായതുകൊണ്ട് അവൾക്ക് അദ്ദേഹത്തെ നന്നായി അറിയാം. കിട്ടിയ ചാൻസ് മിസ്സാക്കാതെ അവൾ ഓടിച്ച് അദ്ദേഹത്തെ പരിചയപ്പെടുന്നു. അവളും ഫിനാൻസ് തന്നെ മേജർ എടുത്ത് പഠിച്ചതാണ്. കോളേജിൽ ആദ്യ ദിവസം ക്ലാസ്സിൽ അദ്ദേഹത്തെക്കുറിച്ച് സാർ പറഞ്ഞിരുന്നു. അന്ന് മുതൽ അദ്ദേഹത്തെ അറിയാം. ഒരു ടെസ്റ്റിലെ കവർ പേജിൽ അദ്ദേഹത്തിന്റെ ചിത്രം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അന്ന് മുതൽ എല്ലാ ദിവസവും അദ്ദേഹം കൂടെയുള്ളത് പോലെയാണെന്നൊക്കെ അവൾ പറയുന്നു. അവളുടെ സംസാര രീതിയും അറിവുമൊക്കെ അദ്ദേഹത്തിന് ശരിക്കും ഇഷ്ടപ്പെടുന്നു. മാത്രമല്ല പേര് പറഞ്ഞപ്പോൾ അവളുടെ കുറേ ലേഖനങ്ങൾ അദ്ദേഹം വായിച്ചിട്ടുണ്ട്. അതൊക്കെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആ ലേഖനങ്ങൾ എഴുതിയ ആൾ ഇത്ര ചെറുപ്പമായിരിക്കുമെന്ന് തീരെ പ്രതീക്ഷിച്ചിരുന്നല്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വളരെ താല്പര്യത്തോടെ അവളോട് സംസാരിക്കുന്നു. ഷിയാൻ ആദ്യമായിട്ടാണ് ഏതെങ്കിലും പെൺകുട്ടികളെ ഇവിടേക്ക് കൊണ്ടുവരുന്നത്. നിങ്ങൾ തമ്മിൽ എന്ത് റിലേഷനാണെന്ന് ചോദിച്ചപ്പോൾ അവൾ അതിന് മറുപടി പറയാതെ വിഷയം മാറ്റി മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങി നിൽക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന കുതിരകളെക്കുറിച്ചും അദ്ദേഹത്തിന് കുതിരകളുടെ കമ്പത്തെക്കുറിച്ചും ഒക്കെ പുകഴ്ത്തി പറഞ്ഞപ്പോൾ അദ്ദേഹം അവളെ അകത്തേക്ക് ക്ഷണിക്കുന്നു. അവൾ ബുദ്ധിപൂർവ്വം അകത്തേക്ക് കടന്നുകൂടിയത് കണ്ട് ഷിയാൻ ചിരിക്കുന്നുണ്ട്. അവരോട് അകത്തേക്ക് വരാൻ പറഞ്ഞിട്ട് അദ്ദേഹം മുന്നോട്ട് നടക്കുന്നു. ഇപ്പോൾ അദ്ദേഹം തന്നെ എന്നെ ക്ഷണിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ അകത്തേക്ക് വരുന്നതിന് കുഴപ്പമില്ലല്ലോ എന്നവൾ അവൻ്റെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുന്നു. അവൻ പക്ഷേ അതിന് മറുപടി നൽകാതെ അകത്തേക്ക് പോകുന്നുണ്ട്. എന്തായാലും അവൻ എന്നെ കുതിരയ്ക്ക് ഭക്ഷണം ആക്കാൻ ഒന്നും പോകുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവളും പുറകെ ചെല്ലുന്നു. അവൻ അകത്തുള്ള ഒരു റൂമിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ അവളും പുറകെ ചെല്ലുന്നത് കണ്ട് ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ് എന്ന് അവൻ പറയുന്നു. അങ്ങനെ അവൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവൻ അകത്തേക്ക് പോയ സമയത്ത് ഗു ഒരു കുതിരമയാളുടെ അടുത്തേക്ക് വരുന്നു. അവൾക്ക് കുതിരയെ ഓടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തൻ്റെ വൈഫിൻ്റെ റൈഡിംഗ് ഡ്രസ്സ് ഇവിടെയുണ്ട്, അത് വേണമെങ്കിൽ തരാമെന്ന് അദ്ദേഹം പറയുന്നു. അവൾ സന്തോഷത്തോടെ അത് സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ അകത്തേക്ക് ചെല്ലുന്നു. അകത്തൊരു മുറിയിൽ ഷിയാൻ ഡ്രസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് അവൾ കാണുന്നു. അവൻ്റെ മസിൽ ബോഡിയൊക്കെ കണ്ടപ്പോൾ അവൾ ഒരു മിനിറ്റ് കണ്ടെടുക്കാൻ നോക്കി നിൽക്കുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് പരിസരബോധം വന്നതുപോലെ മുന്നോട്ട് പോകുന്നു. ഗു വൈഫിൻ്റെ ഡ്രസ്സ് എടുത്ത് അവൾക്ക് നൽകിയിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഏകദേശം ഒരേ സൈസാണ്, അതുകൊണ്ട് മാച്ചാക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്നു. ഷിയാൻ നിന്നിരുന്ന സ്ഥലത്ത് നിന്നും മറ്റ് ശബ്ദമൊന്നും കേൾക്കാത്തതിനാൽ അവൻ പുറത്ത് പോയി കാണുമെന്ന് കരുതി അവൾ മറ്റൊരു മുറിയിൽ കയറി ഡ്രസ് ചേഞ്ച് ചെയ്യാൻ തുടങ്ങുന്നു. അവൾ ഡ്രസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ പുറത്തേക്ക് പോകാൻ തുടങ്ങുന്നു. ഡോർ അടച്ച് തുറക്കുന്ന ശബ്ദം കേട്ടപ്പോഴാണ് അവൻ അത്രയും സമയം അവിടെ ഉണ്ടായിരുന്നു എന്ന് അവൾ അറിയുന്നത്. അവൾ അവനുമായി അടുക്കാൻ വേണ്ടി ഓരോ സാഹചര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. ബെൽറ്റ് എങ്ങനെയാണ് ധരിക്കണമെന്ന് അറിയില്ല, അതൊന്ന് ഇട്ട് തരുമോ എന്ന് അവൾ ഉറക്കെ വിളിച്ച് ചോദിക്കുന്നു. അവൻ്റെ ഇതുവരെയുള്ള പെരുമാറ്റം വെച്ചിട്ട് അവൻ വരുമെന്ന് അവൾ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ അവളുടെ പ്രതീക്ഷ ധരിച്ചുകൊണ്ട് അവൾ നിൽക്കുന്ന ഭാഗത്തേക്ക് ചെല്ലുന്നു. കാൽപെരുമാറ്റം അടുത്തടുത്ത് വരുന്നത് കേട്ടപ്പോൾ അവൾ പെട്ടെന്ന് ബെൽറ്റ് താഴിട്ട് വേഗം ഡ്രസ്സിൻ്റെ ബട്ടൺസൊക്കെ ഇട്ട് കോട്ടും എടുത്തിരിക്കുന്നു. അവൾ ഇങ്ങനെ വെപ്രാളപ്പെട്ടിട്ട് അത് ചെയ്യുന്നതിൻ്റെ ശബ്ദവും അവസാനം ദീർഘനിശ്വാസം വിടുന്നതുമൊക്കെ അവൻ പുറത്തുനിന്ന് കേൾക്കുന്നു. അവൾ തന്നെ ട്രിക്കിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്ന് അവൻ മനസ്സിലാക്കുന്നു. ബെൽറ്റിടാൻ അറിയില്ലെങ്കിൽ ഇടണ്ട എന്ന് പറഞ്ഞ് അവൻ പുറത്തേക്കിറങ്ങി പോകുന്നുണ്ട്. അവൾ നിരാശയായെങ്കിലും ഇതുകൊണ്ടൊന്നും തളരരുത്. ഒരാണിൻ്റെ പുറകെ നടക്കാൻ തീരുമാനിച്ചാൽ ഇങ്ങനെ പല റിജക്ഷനും നേരിടേണ്ടി വരും, പക്ഷേ അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞ് അവൾ കോൺഫിഡൻസ് കൂട്ടുന്നു. അവൾ റെഡിയായി ചെല്ലുമ്പോൾ ഷിയാൻ ഒരു കുതിരയെ തലോടിക്കൊണ്ട് നിൽക്കുകയാണ്. കുറച്ച് സമയം അവൾ അവിടെ നിന്ന് അത് വായി നോക്കുന്നു. അപ്പോഴാണ് ഗു അവിടുത്തെ ഏറ്റവും ഇണക്കമുള്ള കുതിരയെ അവൾക്ക് നൽകിയിട്ട് അതിനെ ഓടിക്കാൻ അവളെ പഠിപ്പിക്കാൻ ഷിയാനോട് പറഞ്ഞിട്ട് പോയത്. ഇത് ഇവിടുത്തെ ലിറ്റിൽ പ്രിൻസ് ആണെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ കുതിരയെ തടവിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അത് പെണ്ണാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അടുത്തേക്ക് ചെന്നത്. അപ്പോൾ ഇത് പ്രിൻസസ് ആയിരുന്നോ എന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് ചമ്മൽ മറയ്ക്കുന്നുണ്ട്. റൈഡിംഗ് പഠിപ്പിക്കാനും റിക്വസ്റ്റ് ചെയ്യുന്നു. അവളോട് മുകളിൽ കയറി ഇരിക്കാൻ അവൻ പറയുന്നു. അവൻ കുതിരയെ നടത്തി കൂടെ വരുമെന്നാണ് അവൾ പ്രതീക്ഷിച്ചത്. പക്ഷെ അവൾ കയറി ഇരുന്ന് കഴിഞ്ഞപ്പോൾ അവനും പുറകിൽ കയറുന്നു. അവൻ അത്ര അടുത്ത് വന്നിരുന്നപ്പോൾ അവൾ ശരിക്കും ടെൻഷനാകുന്നു. ഇങ്ങനെയാണെങ്കിലേ എനിക്ക് പഠിപ്പിക്കാൻ പറ്റൂ, ടെൻഷനാകേണ്ട കാര്യമൊന്നുമില്ല, റിലാക്സ് ചെയ്ത് പഠിക്കാൻ പറഞ്ഞ് അവൻ കുതിരയെ മുന്നോട്ട് നടത്താൻ തുടങ്ങുന്നു. അവൾ ടെൻഷനൊക്കെ ഒന്ന് മാറി അത് ആസ്വദിച്ച് തുടങ്ങിയതാണ്. അപ്പോഴാണ് ഗു കുറച്ച് ദൂരെ മറ്റൊരു കുതിരപ്പുറത്ത് വന്ന് അവർക്ക് ഹായ് പറഞ്ഞത്. അദ്ദേഹം അവരെ അടുത്തേക്ക് വിളിക്കുകയും ചെയ്യുന്നു. ഷിയാൻ അവളൊന്ന് പേടിപ്പിക്കാമെന്ന് കരുതി അവളോട് പിടിച്ചിരുന്നോളാൻ പറഞ്ഞിട്ട് കുതിരയെ നല്ല സ്പീഡിൽ ഓടിക്കാൻ തുടങ്ങുന്നു. ഷീ പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങുന്നുണ്ട്. അവരുടെ കുറെ മുന്നിലായിരുന്ന ഒരു ബാരിയറിനടുത്ത് ചെന്നപ്പോൾ അവൻ പെട്ടെന്ന് കുതിരയെ പിടിച്ച് നിർത്തുകയും ചെയ്യുന്നു. ആ സമയത്ത് അവളുടെ കാൽ ചെറുതായി വേദനിക്കുന്നുണ്ട്. കുതിര നിന്നതും അവൾ ജീവനും കൊണ്ട് ചാടി ഇറങ്ങുന്നു. പേടിച്ച് കാലൊക്കെ വിറച്ചിട്ട് അവൾക്ക് നേരം നിൽക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഷിയാൻ ഇതൊക്കെ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. എന്തായാലും അതോടെ അവൾ പഠിത്തം മതിയാക്കി മാറിയിരിക്കുന്നു. ഈ സമയത്ത് ഷിയാനും ഗുവും കൂടി സംസാരിക്കുന്നുണ്ട്. നിന്നോട് അവളെ പഠിപ്പിക്കാൻ പറഞ്ഞിട്ട് നീ എന്തിനാണ് അവളെ പേടിപ്പിച്ചതെന്ന് അദ്ദേഹം ചോദിക്കുന്നു. അവൾ അങ്ങനെ അത്ര പെട്ടെന്ന് പേടിക്കുന്ന കൂട്ടത്തിലല്ല എന്നവൻ മറുപടി നൽകുന്നുണ്ട്. നിന്നെ ഞാൻ കുറേ കാലമായി ഇങ്ങോട്ടേക്ക് വരാൻ ക്ഷണിക്കുന്നതാണ്, പക്ഷേ നീ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇപ്പോൾ വന്നപ്പോൾ അവളെയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു. നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഇതുവരെ അങ്ങനെയൊന്നുമില്ല എന്നവൻ പറഞ്ഞപ്പോൾ ഇതുവരെ ഇല്ല എന്ന് കരുതി ഭാവിയിൽ ഉണ്ടാകാതിരിക്കണം എന്നില്ല. അവളെ കണ്ടിട്ട് നിന്റെ ടൈപ്പാണെന്ന് തോന്നുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല എന്ന് അവനും പറയുന്നു. അതിനുശേഷം അവർ ബിസിനസ്സിനെ പറ്റി സംസാരിക്കുന്നു. അവൻ ലിയാൻ ടെക്നോളജിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന തീരുമാനത്തെ അദ്ദേഹം എതിർക്കുന്നുണ്ട്. അവർ ബിസിനസ് പാർട്ട്നേഴ്സ് മാത്രമല്ല ഫാമിലി ഫ്രണ്ട്സ് കൂടിയാണ്. അതുകൊണ്ട് അവൻ അച്ഛൻ്റെ കമ്പനി വിട്ടിറങ്ങിയപ്പോൾ മുതലുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് നന്നായി അറിയാം. അന്ന് അച്ഛൻ്റെ കമ്പനിയുടെ മോശം സമയത്തും ഇവൻ കമ്പനി തുടങ്ങിയ സമയത്തുമൊക്കെ നേരത്തെ പറഞ്ഞ അച്ഛൻ്റെ സുഹൃത്തുക്കളായ കമ്പനിയുള്ളവർ ഇവർക്ക് സഹായമായി കൂടെ നിന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോൾ അവരെ തള്ളിക്കളയുന്നത് ശരിയല്ല. രണ്ടു കൂട്ടർക്കും മോശമല്ലാത്ത രീതിയിൽ രണ്ട് കമ്പനിയിൽ കൂടി ഇൻവെസ്റ്റ് ചെയ്തുകൂടെ എന്നൊക്കെ അദ്ദേഹം അവനോട് ചോദിക്കുന്നു. അതിനെപ്പറ്റി ആലോചിക്കാമെന്നാണ് അവൻ പറഞ്ഞത്. അവൻ്റെ നീസിനെ പറ്റിയും അവർ സംസാരിക്കുന്നുണ്ട്. അവൾ വിദേശത്തേക്ക് എവിടെയോ കറങ്ങിയ ശേഷം തിരിച്ചു വന്നിട്ട് കുറച്ച് ദിവസമായതേ ഉള്ളൂ. ഇനിയും അവളെ ഇങ്ങനെ ചുറ്റിക്കറങ്ങാൻ വിട്ടാൽ ശരിയായില്ല. അവളെ എവിടെയെങ്കിലും ജോലിക്ക് വിടുന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അവൻ പറഞ്ഞപ്പോൾ അദ്ദേഹവും സപ്പോർട്ട് ചെയ്യുന്നു. അവൾക്ക് ഇത് ചുറ്റിക്കറക്കമൊക്കെ ഉണ്ടെങ്കിലും അവളെ ട്രെയിൻ ചെയ്ത് എടുത്താൽ ശരിയാകുമെന്ന് അദ്ദേഹം പറയുന്നു. ഗുവാൻജിയുടെ കമ്പനിയിൽ ജോലിക്ക് വിടുന്നതിനെക്കുറിച്ച് അദ്ദേഹം ചോദിച്ചപ്പോൾ അവിടെ വിട്ടാൽ പിന്നെ അവൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന അവനായിരിക്കും. അവൻ അല്ലെങ്കിൽ തന്നെ അവളെ കൊഞ്ചിച്ച് വഷളാക്കി വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അവൻ എതിർക്കുന്നു. പരിചയമില്ലാത്ത ഏതെങ്കിലും സ്ഥലത്ത് ജോലി ചെയ്താലേ അവൾക്ക് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവുകയുള്ളൂ എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട്. അവളെ എന്ത് ജോലിക്ക് വിടുമെന്ന് ആലോചിച്ചപ്പോഴാണ് അവളുടെ പേഴ്സണാലിറ്റി വെച്ച് ജേർണലിസ്റ്റിൻ്റെ ജോലി അവൾക്ക് ചേരുമെന്ന് തോന്നുന്നു. അതുമാത്രമല്ല അവൾ ജേർണലിസം പഠിച്ചിട്ടുമുണ്ടല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അത് ശരിയാകുമോ എന്ന് അവൻ സംശയിക്കുന്നുണ്ട്. ആ സമയത്താണ് ഷുയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് തിരികെ എത്തിയത്. അവളെ കണ്ടപ്പോൾ നീസിനെയും ജേർണലിസ്റ്റ് ആക്കാൻ പറ്റും
എന്നൊരു പ്രതീക്ഷ അവർക്ക് തോന്നുന്നു. അതുകൊണ്ട് ആ വഴി തന്നെ ആലോചിക്കാമെന്ന് അവൻ പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ജേർണലിസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. അവർ വഴി അവളുടെ ജോലി ശരിയാക്കാമെന്ന് അദ്ദേഹം ഉറപ്പ് കൊടുക്കുന്നു. ഷിയാൻ തന്നെ ശ്രദ്ധിച്ച് നിൽക്കുന്നതൊക്കെ ഷുയി കണ്ടിരുന്നു. കുറച്ചു മുമ്പ് തന്നോട് അത്രയ്ക്ക് ക്രൂരത കാണിച്ചിട്ട് ഇപ്പോൾ ഇത്ര നിഷ്കളങ്കമായി നോക്കാൻ അവൻ എങ്ങനെ കഴിയുന്നു? എന്തായാലും ഇന്നത്തെ കഴിച്ചിട്ട് ഇനി നമ്മൾ തമ്മിൽ കാണേണ്ടി വരില്ല എന്നൊക്കെ അവൾ മനസ്സിൽ വിചാരിക്കുന്നു. തിരിച്ചും അവൾ അവൻ്റെ വണ്ടിയിൽ തന്നെയാണ് പോയത്. എന്തൊക്കെ തിരക്കുകൾ ഉണ്ടായിരുന്നില്ല, അവൻ്റെ അസിസ്റ്റന്റ് നേരത്തെ തന്നെ തിരികെ പോയിരുന്നു. ആദ്യം അവളെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് ഓഫീസിലേക്ക് പോയാൽ മതി എന്നവൻ ഡ്രൈവറോട് പറയുന്നു. വണ്ടിയിൽ ഇരിക്കുമ്പോഴും അവൻ എന്തൊക്കെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തന്നെ വീട്ടിൽ കൊണ്ടുവിടാൻ പറയുന്നത് കേട്ടപ്പോൾ ഇത്രയും സമയമായിട്ടും അവന് വിശപ്പൊന്നുമില്ല. ആഹാരം കഴിക്കുന്നോ എന്ന് പോലും ചോദിച്ചില്ലല്ലോ. അവൻ ചോദിച്ചില്ലെങ്കിൽ വേണ്ട, ഭക്ഷണം കഴിക്കാൻ ഞാൻ അങ്ങോട്ടേക്ക് ക്ഷണിക്കാം എന്ന് കരുതി അവൾ ചോദിക്കാൻ തുടങ്ങിയതാണ്. പക്ഷേ അവൻ ജോലിയിൽ മുഴുകിയിരിക്കാൻ കണ്ടപ്പോൾ ശല്യപ്പെടുത്തുന്ന തോന്നതിനാൽ തൽക്കാലം വേണ്ടത് വെച്ചിട്ട് അവൾ അടങ്ങിയിരിക്കുന്നു. അങ്ങനെ ഇരുന്ന് അവൾ അറിയാതെ ഉറങ്ങിപ്പോകുന്നു. ഇടയ്ക്ക് ചരിഞ്ഞ് ഒരു വശത്തേക്ക് വീഴാൻ തുടങ്ങുന്നുണ്ട്. അവൻ കൈ അങ്ങോട്ടേക്ക് നീക്കി വെച്ച് സപ്പോർട്ട് ചെയ്തു. അവൻ്റെ തോളിലേക്ക് ചാരിക്കിടന്ന് അവൾ സുഖമായി ഉറങ്ങുന്നുണ്ട്. അത്ര അടുത്ത് അവളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നപ്പോൾ അവൻ എന്തൊക്കെ ഫീൽ ചെയ്യുന്നതിനാൽ പെട്ടെന്ന് നോട്ടം മാറ്റുന്നു. കുറേ സമയം കഴിഞ്ഞാണ് ഷുയി ഉണർന്നത്. നോക്കുമ്പോൾ വണ്ടി അവളുടെ വീടിനും അടുത്ത് നിർത്തിയിരിക്കുകയാണ്. അവൻ വണ്ടിയിലില്ല. ഇടയ്ക്കൊരു എമർജൻസി കോൾ വന്നപ്പോൾ അവളെ വീട്ടിൽ കൊണ്ടാക്കാൻ ഡ്രൈവറെ ഏൽപ്പിച്ചിട്ട് അവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. അവൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് സാധിച്ചു കൊടുത്തിട്ടേ വരാവൂ എന്ന് അവൻ ഡ്രൈവറെ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. അവൾക്ക് പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ വഴിയിൽ വെച്ച് തന്നോട് പറയുക പോലും ചെയ്യാതെ ഇറങ്ങിപ്പോയതിൽ ദേഷ്യം തോന്നുകയാണ് ചെയ്തത്. വണ്ടിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അതിലിരുന്ന് ഉറങ്ങിപ്പോയതിൽ അവൾ സ്വയം കുറ്റപ്പെടുന്നു. ആകെ നാണക്കേട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടക്കുന്ന കൂട്ടത്തിലാണ് ഒരു കമ്മൽ മിസ്സായിരിക്കുന്നു അറിയുന്നത്. അപ്പോഴേക്കും വണ്ടി വിട്ടു പോരുന്നു. പോയെങ്കിൽ പോകട്ടെ, ആ കമ്മലിന് ആകെ 25 രൂപയല്ലേ വിലയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവൾ സമാധാനിക്കുന്നു. ഷിയാൻ അത്യാവശ്യമായി തിരികെ പോകാൻ കാരണം ലിയാൻ ടെക്നോളജിയുടെ സിഇഒയുമായി ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അവർ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. ഫണ്ട് ഇഷ്യൂസൊക്കെ ഉണ്ട് എന്നൊക്കെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നല്ലോ. ഷിയാൻ അവരുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടേ എന്ന് ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. മറ്റൊരു കമ്പനി ഷിയാൻ ഇൻവെസ്റ്റ് ചെയ്യാനായി മത്സരിക്കുന്നുണ്ടായിരുന്നില്ല. അവരിപ്പോൾ ഈ കമ്പനി മൊത്തത്തിൽ ഏറ്റെടുക്കാൻ ഒരു ഓഫർ വെച്ചിരിക്കുകയാണ്. ഓഫർ ചെയ്തിരിക്കുന്ന തുക അവരെ സംബന്ധിച്ച് വളരെ വലുതാണ്. ഇപ്പോൾ അത് കിട്ടേണ്ടത് അത്യാവശ്യവുമാണ്. അതുകൊണ്ട് അയാൾക്ക് ഓഫർ സ്വീകരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അതിനെക്കുറിച്ച് അവരോട് സംസാരിക്കാനാണ് അയാൾ വന്നിരിക്കുന്നത്. പക്ഷേ അങ്ങനെ അവർക്ക് ഫുൾ ഉത്തരവാദിത്വം നൽകിയാൽ അത് നിങ്ങളുടെ സ്വപ്നങ്ങളെ ബാധിക്കും. എനിക്ക് ആലോചിക്കാൻ കുറച്ചുകൂടി സമയം നൽകണം. എത്രയും പെട്ടെന്ന് ഒരു ഫൈനൽ തീരുമാനം അറിയിക്കാൻ ശ്രമിക്കാമെന്നൊക്കെ ഷിയാൻ പറയുന്നു. അന്നത്തെ ഹോഴ്സ് റൈഡിങ് കാരണം ഷുയിക്ക് മര്യാദയ്ക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അവൾ അതിനെക്കുറിച്ച് റുവോയ്ക്ക് മെസ്സേജ് അയച്ചപ്പോൾ ഒരു മസാജിങ്ങിന് പോയാലോ എന്നവൾ ചോദിച്ചതാണ്. പക്ഷേ അന്ന് രാത്രി തന്നെ അവൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ഡ്രാഫ്റ്റ് റെഡിയാക്കി നൽകേണ്ടതുകൊണ്ട് സമയമില്ല എന്നവൾ അറിയിക്കുന്നു. ഷിയാൻ മീറ്റിംഗ് കഴിഞ്ഞ് പിന്നെയും ഓഫീസിൽ ചെന്നിട്ട് കുറേ സമയം കൂടി വർക്ക് ചെയ്യുന്നുണ്ട്. ഷുയി അവൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ഡ്രാഫ്റ്റ് റെഡിയാക്കുന്ന തിരക്കിലാണ്. ഷിയാൻ തിരികെ വീട്ടിൽ പോകാനായി കാറിൽ കയറിയപ്പോഴാണ് സീറ്റിൽ കിടക്കുന്ന അവളുടെ കമ്പിൽ കാണുന്നത്. അവനടുത്ത് വെക്കുന്നുണ്ട്. ഷുയി അടുത്ത ദിവസം ചീഫിന് ഡ്രാഫ്റ്റ് നൽകുന്നു. വായിച്ച് നോക്കിയിട്ട് വളരെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ് അവർ അഭിനന്ദിക്കുന്നു. അവൻ്റെ വോയിസ് ക്ലിപ്പുകൾ ഡിജിറ്റൽ മാഗസിനിൽ അപ്ലോഡ് ചെയ്യുന്നതിനെക്കുറിച്ച് അവൾ ചീഫിനോട് സംസാരിക്കുന്നു. ഡിജിറ്റൽ മാഗസിൻ അപ്ഡേറ്റ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന് നല്ല ഫണ്ട് വേണം, സ്റ്റാഫ് വേണം. ഇപ്പോൾ അതൊന്നുമില്ല. അതുകൊണ്ട് തൽക്കാലം അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കണം നല്ലത് എന്ന് പറഞ്ഞ് ചീഫ് അവളെ പക്ഷേ ഡിജിറ്റൽ മാഗസിൻ ഇനി വരുന്ന കാലത്ത് ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ് അവൾ ചീഫിനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു. തൽക്കാലം വേറെ സ്റ്റാഫിൻ്റെ ഒന്നും ആവശ്യമില്ല. കുറച്ചൊക്കെ ഓഡിയോ എഡിറ്റ് ചെയ്യാൻ ഞാൻ ഓൺലൈനിൽ നോക്കി പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. സക്സസ് ആണെങ്കിൽ പിന്നെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചാൽ പോരെ എന്നൊക്കെ പറഞ്ഞ് അവൾ അതിന് പറ്റാവുന്ന പോലെ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അവസാനം അതിനെക്കുറിച്ച് ചീഫ് എഡിറ്ററോട് സംസാരിക്കാമെന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. ചീഫിൻ്റെ മുറിയിൽ തിരികെ അവളുടെ സീറ്റിലേക്ക് ചെന്നപ്പോഴേക്കും യുലിങ് അവളെ ചീറ്റ് ചെയ്ത് ഷിയാനെ ഇൻ്റർവ്യൂ ചെയ്തതിനെക്കുറിച്ച് അറിഞ്ഞ ഫ്രണ്ട് ഞാൻ അത് സത്യം തന്നെയാണോ എന്ന് അവളോട് ചോദിക്കുന്നു. അവളുടെ അതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് യുലിങ് ഉപയോഗിച്ചത് എന്നുകൂടി അറിഞ്ഞപ്പോൾ ഞാൻ ആകെ ദേഷ്യം കയറുന്നുണ്ട്. പക്ഷേ ഷുയി വളരെ ശാന്തമായിട്ടാണ് എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അവർ സംസാരിക്കുന്ന സമയത്ത് യുലിങ് കുറച്ചപ്പുറത്തിരുന്ന് 2 ജൂനിയേഴ്സിനോട് ഷിയാനെ ഇൻ്റർവ്യൂ ചെയ്തതിനെക്കുറിച്ച് ഗമ പറയുന്നതും അവർ കേൾക്കുന്നു. അവൾക്ക് ഒരു നാണവുമില്ല എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. ഒരേ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചോദിച്ചിട്ട് എതിർപ്പൊന്നും പറയാതെ ഷിയാൻ 2 പേർക്കും ഇൻ്റർവ്യൂ നൽകിയതിന് ഞാൻ അവനെ പുകഴ്ത്തി പറയുന്നു. അവൻ നല്ലവനായതുകൊണ്ടായിരിക്കണം വളരെ തിരക്കുണ്ടായിട്ട് പോലും 2 പേർക്കും വേണ്ടി സമയം ചെലവഴിച്ചത് എന്നൊക്കെ അവൾ പറഞ്ഞപ്പോൾ അവനത്ര നല്ലവനൊന്നുമല്ല, എല്ലാം അഭിനയമാണെന്നാണ് തോന്നുന്നതെന്ന് ഷുയി അഭിപ്രായം പറയുന്നുണ്ട്. അന്ന് അവൾ ഓഫീസിന് പുറത്ത് റുവയെ വെയിറ്റ് നിൽക്കുന്ന സമയത്ത് അവളുടെ എക്സ് ഒരു ബെൻസ് അവളുടെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് അവൾക്ക് ലിഫ്റ്റ് ഓഫർ ചെയ്യുന്നു. ഇപ്പോഴത്തെ ഗേൾഫ്രണ്ട് അവൻ സമ്മാനിച്ചതാണ് ആ വണ്ടി. 2 ദിവസം കഴിയുമ്പോൾ അവളുടെ അങ്കിളിൻ്റെ കമ്പനിയിൽ ജോലിക്ക് ജോയിൻ ചെയ്യുകയും ചെയ്യും എന്നും ഗമ പറയാനും അവൻ മറക്കുന്നില്ല. ഷീ വണ്ടിയിൽ കയറുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും റുവ അവിടെ എത്തി അവനെ അപമാനിക്കുന്ന രീതിയിൽ കുറേ കുത്തുവാക്കുകൾ പറഞ്ഞ് ഓടിച്ചു വിടുന്നു. റുവയ്ക്കൊപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടിയായിരുന്നു ഷീ വെയിറ്റ് ചെയ്ത് നിന്നിരുന്നത്. 2 പേരും കൂടി ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട്. ആ സമയത്തൊക്കെ ഷിയാൻ്റെ ഇൻ്റർവ്യൂ കുളമായി പോയതിൻ്റെ വിഷമം ഷീ പറയുന്നു. യുലിങ്ങിനും അതേ ഇൻ്റർവ്യൂ തന്നെ നടത്തിയിരിക്കുന്നത് കൊണ്ട് അവളുടെ റിപ്പോർട്ടായിരിക്കണം ഇത്തവണ മാഗസിനിൽ ഹെഡ് ന്യൂസ് ആയിട്ട് വരുന്നത്. ഹെഡ് ന്യൂസ് കവർ ചെയ്യാനുള്ള തൻ്റെ ചാൻസ് നഷ്ടപ്പെട്ടതിലാണ് ഷൂയ്ക്ക് വിഷമം. ഈ സമയത്ത് ലിയാൻ ടെക്നോളജിയുടെ സിഇഒ ഷിയാനെ ചെന്ന് കണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് വീണ്ടും സംസാരിക്കുന്നുണ്ട്. അവർക്ക് എത്രയും പെട്ടെന്ന് അവൻ്റെ തീരുമാനം അറിഞ്ഞാൽ കൊള്ളാം. പക്ഷേ അവൻ്റെ കമ്പനിയിലെ ബോർഡ് മെമ്പർമാരെല്ലാം ഇതുവരെ അവനെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് കുറച്ച് സമയം കൂടി നൽകണം. എത്രയും പെട്ടെന്നൊരു തീരുമാനം അറിയിക്കാൻ ശ്രമിക്കാമെന്ന് അവൻ പറയുന്നു. യുലിങ്ങിനെ തോൽപ്പിച്ച് മാഗസിൻ ഹെഡ് ന്യൂസ് ഷൂയ്ക്ക് തന്നെ കിട്ടണമെങ്കിൽ എങ്ങനെയെങ്കിലും ഷിയാനെ ഒരു തവണ കൂടി മീറ്റ് ചെയ്ത് പുതുതായി എന്തെങ്കിലും കണ്ടന്റ് ഇൻ്റർവ്യൂവിൽ കൂട്ടിച്ചേർക്കാൻ പറ്റണം. എന്ത് എക്സ്ക്യൂസ് പറഞ്ഞ് അവൻ്റെ അടുത്തേക്ക് പോകുമെന്ന് റുവോയും അവൾ കൂടി ചിന്തിക്കുമ്പോഴാണ് കമ്മൽ അവൻ്റെ കാറിൽ വെച്ച് മിസ്സായ കാര്യം ഷൂയ്ക്ക് ഓർമ്മ വന്നത്. അവൾ ഉടനെ തന്നെ അവൻ്റെ അസിസ്റ്റൻ്റ് നമ്പറിലേക്ക് വിളിച്ച് അവനുമായി സംസാരിക്കുന്നു. ജോലിയൊക്കെ കഴിഞ്ഞ് ഷിയാൻ വീട്ടിലേക്ക് കാറിൽ പോകുന്ന സമയമായിരുന്നു അത്. ആ സമയത്ത് അവളുടെ കമ്മൽ അവൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. പക്ഷേ എൻ്റെ ഒരു കമ്മൽ കാറിൽ മിസ്സായി, അത് കണ്ടോ എന്ന് അവൾ ചോദിച്ചപ്പോൾ ഇല്ല എന്നാണ് അവൻ പറഞ്ഞത്. എനിക്കത് വളരെ പ്രധാനപ്പെട്ടതാണ്. കുടുംബപാരമ്പര്യമായി കൈമാറിയെന്ന സ്വത്താണ്.
എൻ്റെ വിവാഹത്തിന് ധരിക്കണമെന്നാണ് മുത്തശ്ശി പറഞ്ഞിട്ടുള്ളത്. ഞാൻ നിധി പോലെ സൂക്ഷിച്ച് വെച്ചിരുന്നതാണ്. അതുകൊണ്ട് എന്ത് വില കൊടുത്തും കണ്ടെത്തിയേ പറ്റൂ. ഒന്നുകൂടി നോക്കാമോ എന്നവൾ ചോദിക്കുന്നു. ഇത്ര വില കൂടിയ സാധനം എന്തിനാണ് ഇന്ന് ധരിച്ചത് എന്നവൻ ചോദിക്കുന്നുണ്ട്. എന്ത് മറുപടി പറയണമെന്നറിയാതെ ഒന്ന് പരുങ്ങുന്നുണ്ടെങ്കിലും അവനുമായിട്ടുള്ള ഇൻ്റർവ്യൂ വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് അന്നത് പുറത്തെടുത്തതെന്ന് അവൾ തട്ടിവിടുന്നു. കമ്മൽ ഞാൻ കണ്ടു. നിന്റെ വിവാഹ സമ്മാനം പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് അവൻ ചോദിച്ചപ്പോൾ അവൾ ശരിക്കും ചമ്മുന്നുണ്ട്. അന്നത്തെ കാലത്ത് ഞങ്ങളുടെ കുടുംബം വളരെ ദരിദ്രരായിരുന്നു. ഞങ്ങളുടെ സാമ്പത്തിക ശേഷിക്ക് അത് തന്നെ അധികമാണെന്നൊക്കെ പറഞ്ഞ് അവൾ പിടിച്ചു നിൽക്കുന്നുണ്ട്. അവൻ ഫോൺ അസിസ്റ്റന്റ് തിരികെ നൽകിയിട്ട് കമ്മൽ അവൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള അറേഞ്ച്മെന്റ് ചെയ്യാൻ പറയുന്നു. അസിസ്റ്റന്റ് അതിനെക്കുറിച്ച് അവളോട് പറഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങോട്ടേക്ക് എത്തിച്ചു തരേണ്ട, ഞാൻ അങ്ങോട്ടേക്ക് വന്നെടുത്തോളാം എന്ന് അവൾ പറയുന്നു. അത് കേട്ടപ്പോൾ തന്നെ കാണാനുള്ള അവളുടെ അടവാണെന്ന് മനസ്സിലായി ഷിയാൻ ചിരിക്കുന്നുണ്ടെങ്കിലും വീടിന്റെ ലൊക്കേഷൻ അവൾക്ക് അയച്ചു കൊടുക്കുന്നു. ഒരു പ്ലാസ്റ്റിക് കമ്മലിന്റെ കാര്യം പറഞ്ഞ് അവനെ വിളിക്കാൻ അവൾ കാണിച്ച ധൈര്യത്തെ റുവ അഭിനന്ദിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക്കിന് എന്താണ് കുഴപ്പം? മനുഷ്യരുടെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നാണ് പ്ലാസ്റ്റിക് എന്നൊക്കെ പറഞ്ഞ് ഷുയി സ്വയം ന്യായീകരിക്കുന്നുണ്ട്. ആ സമയത്താണ് അവൻ ലൊക്കേഷൻ അയച്ചു കൊടുത്തത്. അവൻ്റെ വീടിൻ്റെ ലൊക്കേഷൻ കണ്ടപ്പോൾ അവിടുത്തെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഏരിയയാണത്. അതുകൊണ്ട് അവൻ്റെ വീടിൻ്റെ തന്നെ ആയിരിക്കണം അത്. നീ അവനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ കള്ളത്തരം പറഞ്ഞതെന്ന് അവന് മനസ്സിലായി കാണണം. എന്നിട്ട് നിനക്ക് ലൊക്കേഷൻ അയച്ചു തന്നെങ്കിൽ അതിൻ്റെ അർത്ഥം അവന് നിന്നോട് താല്പര്യമുണ്ടെന്നാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നീ പോകരുതെന്നാണ് എൻ്റെ അഭിപ്രായം എന്നൊക്കെ റുവ പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് അവരോട് ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് ഷിയ അപ്പോൾ തന്നെ ബാഗും എടുത്ത് പുറപ്പെടുന്നു. ഷിയാൻ വീട്ടിലെത്തിയപ്പോൾ അവൻ്റെ നീസ് ഒരു ഫേസ് മാസ്ക് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതുമായിട്ട് തന്നെയാണ് അവൾ എഴുന്നേറ്റ് ചെന്നത്. അവൻ ഗുവാൻജിയുടെ അടുത്തേക്ക് പോകുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നതാണ്. അത് ക്യാൻസൽ ചെയ്ത് നേരത്തെ വീട്ടിലേക്ക് വന്നത് എന്താണെന്ന് അവൾ അന്വേഷിക്കുന്നു. പക്ഷെ അതിന് മറുപടി നൽകാത്ത ഗുവാൻജിയെ പേര് വിളിക്കുന്നതിന് അവൻ അവളെ വഴക്ക് പറയുന്നു. മാത്രമല്ല കുറേ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നതൊക്കെ അവിടെ നിരത്തി വെച്ചിരിക്കുന്നതിനും അവളെ കുറ്റപ്പെടുന്നുണ്ട്. കുറച്ച് സമയത്തേക്ക് പുറത്തേക്ക് ഇറങ്ങാതെ അവളുടെ മുറിയിൽ തന്നെ ഇരുന്നോണം എന്ന് പറഞ്ഞിട്ട് അവൻ അവളെ അകത്തേക്ക് പറഞ്ഞയക്കുന്നു. ഈ സമയത്ത് ഷുയി അവൻ്റെ വീടിൻ്റെ അടുത്തെത്തിയിരുന്നു. സെക്യൂരിറ്റി അടുത്തേക്ക് പേരൊക്കെ എഴുതി കൊടുത്തിട്ട് അവൾ ഗേറ്റിനകത്തേക്ക് കയറുന്നു. ഷിയാൻ അവളുടെ കമ്മൽ അവിടെ മേശപ്പുറത്ത് വെച്ചിട്ട് ഏതോ ബുക്ക് വായിക്കാനിരിക്കുന്നു. ആ സമയത്താണ് അവൾ എത്തിയത്. വാതിലിനടുത്ത് തന്നെ ഒരു കണ്ണാടി കണ്ട് മുഖമൊക്കെ ഒന്നുകൂടി റെഡിയാക്കി അവൾ വാതിൽ മുട്ടാൻ തുടങ്ങിയപ്പോഴേക്കും അത് തനിയെ തുറക്കുന്നു. അകത്തേക്ക് കയറി ചെന്ന് അവൾ ഷിയാൻ്റെ ഇരിപ്പ് കണ്ട് കണ്ണെടുക്കാൻ നോക്കി നിന്ന് പോകുന്നുണ്ട്. അവൾ വന്നറിഞ്ഞപ്പോൾ കമ്മലിരിക്കുന്ന സ്ഥലം അവൻ ചൂണ്ടിക്കാണിക്കുന്നു. അതെടുക്കാനായി ചെന്ന് അവൾ മേശപ്പുറത്ത് അവളുടെ ഫേവറേറ്റ് സിംഗർ സോങ് ലിയാൻ്റെ ആൽബങ്ങൾ ഇരിക്കുന്നത് കണ്ട് അവളെ അവന് ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നു. എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ ആൽബങ്ങളും എൻ്റെ കൈവശമുണ്ട്. നിങ്ങൾ ലീലിയാൻ്റെ ഫാനാണോ എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ അവൻ എന്തെങ്കിലും മറുപടി പറയുന്നതിന് മുമ്പ് ഗുവാൻജി അവൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നതിനാൽ അവൻ അത് അറ്റൻഡ് ചെയ്യുന്നു. വേറെ ആരുമായ മീറ്റിംഗ് ഉള്ളതുകൊണ്ട് അവനുമായി നേരത്തെ പറഞ്ഞിരുന്നത് ക്യാൻസൽ ചെയ്യുകയാണ് എന്നാണ് ഷിയാൻ അവനെ വിളിച്ച് പറഞ്ഞിരുന്നത്. പക്ഷേ ഷിയാൻ വീട്ടിലെത്തി വരും ഇപ്പോൾ അവൻ്റെ നീസ് പറഞ്ഞ് ഗുവാൻജി അറിഞ്ഞു. തന്നോട് കള്ളം പറഞ്ഞ് വീട്ടിലേക്ക് നേരത്തെ പോയത് ആരെങ്കിലും ഡേറ്റ് ചെയ്യുന്നത് കൊണ്ടാണോ? ഞാൻ അറിയാതെ ഗേൾഫ്രണ്ട് വല്ലതുമായോ? കഴിഞ്ഞ 3 വർഷങ്ങളായി ആരെയും ഡേറ്റ് ചെയ്യാതെ ഇരിക്കുകയായിരുന്നല്ലോ എന്നൊക്കെ ഗുവാൻജി ഫോണിലൂടെ ചോദിക്കുന്നത് ഷുയും കേൾക്കുന്നു. ഷിയാൻ അതിനൊന്നും മറുപടി നൽകാതെ എനിക്ക് കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞ് വേഗം ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഗുവാൻജി ഫ്രണ്ട്സിനൊപ്പം ആയിരുന്നെങ്കിലും കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് വേറെ അത്യാവശ്യ കാര്യമുണ്ടെന്ന് പറഞ്ഞ് വേഗം അവിടെ നിന്ന് പോകുന്നു. ഷിയാൻ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ ഷുയി നേരത്തെ സംസാരിച്ചു കൊണ്ടിരുന്ന സിംഗറുടെ ടോപ്പിക്കൊക്കെ വിട്ടിട്ട് ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കുന്നു. അവൻ ഇൻ്റർവ്യൂവിൽ പറഞ്ഞതല്ലെങ്കിൽ പോലും അവൻ്റെ കമ്പനിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അവൾ ഊഹിച്ചെടുക്കുന്നുണ്ട്. അവൻ്റെ മുന്നിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള 2 കമ്പനികളുടെ ഓപ്ഷൻ ഉള്ളതും അതിൽ അവൻ താല്പര്യമുള്ളത് ലിയാൻ ടെക്നോളജിയോടാണ് എന്നും അവൻ്റെ കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള എതിർപ്പിനെക്കുറിച്ചും അവൻ അതിനെക്കുറിച്ച് ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് ഈ 3 കമ്പനികളെയും ബേസ് ചെയ്ത് ഒരു ഇൻ്റർവ്യൂ സീരീസ് എടുക്കുന്നതിനെക്കുറിച്ചുമൊക്കെ അവൾ സംസാരിക്കുന്നുണ്ട്. അവൾ ഒരു എക്സ്പെർട്ടിനെ പോലെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ അവൻ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവൻ്റെ വരവ് കണ്ടപ്പോൾ തലപരികയാണെന്ന് അവൾ വിചാരിച്ചത്. പക്ഷെ അവൾക്ക് കുടിക്കാൻ എന്താണ് വേണ്ടതെന്നാണ് അവൻ ചോദിച്ചത്. ലെമൺ ജ്യൂസ് മതി എന്നവൾ പറഞ്ഞപ്പോൾ അവനത് ഉണ്ടാക്കാനായി പോകുന്നു. ഷുയി ആ സമയത്ത് അവനെ ശരിക്കും വായി നോക്കുന്നുണ്ട്. ഇടയ്ക്ക് അവൻ ഐസ് ക്യൂബ് ഇടണമെന്ന് ചോദിച്ചപ്പോൾ അവൾ അറിയാതെ നീ വളരെ സുന്ദരനാണെന്ന് പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെയാണ് പരിസരബോധം വന്നതുപോലെ ഐസ് ഇട്ടോളാൻ പറഞ്ഞത്. അവൻ ജ്യൂസ് അവളുടെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് അവൾ പറയുന്നത് പോലെ ഇൻ്റർവ്യൂ നൽകാൻ തയ്യാറായില്ല. എത്ര ഹെഡ്ലൈൻ ന്യൂസ് അവൾക്ക് കവർ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു തുടങ്ങിയപ്പോഴേക്കും അകത്ത മുറിയിൽ നിന്നെന്തോ ശബ്ദം കേൾക്കുന്നു. അപ്പോഴാണ് അവിടെ മറ്റാരോ കൂടി ഉണ്ട് എന്ന് അവൾ അറിയുന്നത്. നോക്കിയപ്പോൾ സോഫയിൽ ഒരു പെണ്ണിൻ്റെ ബാഗ് ഷോളുമൊക്കെ ഇരിക്കുന്നു. അവൻ്റെ ഗേൾഫ്രണ്ട് ആയിരിക്കും അവിടെ ഉള്ളതെന്ന് സംശയം തോന്നി അവൾ അതിനെക്കുറിച്ച് ചോദിക്കുന്നു. ഗേൾഫ്രണ്ട് അല്ല എന്നറിഞ്ഞപ്പോൾ ആശ്വാസമാകുന്നുണ്ടെങ്കിലും അകത്തുള്ളത് നീസാണെന്നറിഞ്ഞപ്പോൾ അവളുടെ ഉള്ള സമാധാനം കൂടി നഷ്ടമാകുന്നു. അവൾ പുറത്തേക്കെങ്ങാനും വന്നു തന്നെ കണ്ടു കഴിഞ്ഞാൽ ആകെ കുഴപ്പമാകും. ഒന്നാമത് അവളുമായിട്ട് ഉടക്കിയിരിക്കുന്ന സമയമല്ല. അതുകൊണ്ട് വെറുതെ ഒരു ഇഷ്യൂ ഉണ്ടാക്കണമെന്ന് കരുതി തൽക്കാലം ഞാൻ പോവുകയാണ്, നമുക്കിതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഗ്ലാസ് അവൻ്റെ കയ്യിൽ പിടിപ്പിച്ചിട്ട് അവൾ വേഗം അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അവൾ പുറത്തേക്കിറങ്ങി കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ നീസ് മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി വരുന്നുണ്ട്. ഒരു പെണ്ണിൻ്റെ ശബ്ദം കേട്ടില്ല. ആരാണെന്ന് ചോദിച്ചുകൊണ്ടാണ് അവൾ വന്നത്. പക്ഷേ ഷുയി കമ്മലെടുക്കാനായി വന്നിട്ട് അതെടുക്കാതെ പോയതിനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു ഷിയാൻ. വീണ്ടും വരാനുള്ള അവളുടെ അടവായിരിക്കുമെന്നാണ് അവൻ വിചാരിച്ചത്. ഷുയി പേടിച്ചതുപോലെ അവളുടെ എക്സിൻ്റെ ഇപ്പോഴത്തെ ഗേൾഫ്രണ്ട് ആയിരുന്നില്ല അവൻ്റെ നീസിൻ്റെ മുഖം വ്യക്തമായി കാണിക്കുന്നത് ഇപ്പോഴാണ്. അനുവാദമില്ലാതെ പുറത്തേക്കിറങ്ങി വന്നതിന് അവൻ അവളെ വഴക്ക് പറയുന്നു. ഇപ്പോൾ വന്നത് ആരാണ്? അങ്കിളിൻ്റെ ഗേൾഫ്രണ്ട് ആണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവൾ അവൻ്റെ അടുത്തേക്ക് ഇരിക്കുന്നുണ്ടെങ്കിലും അവൻ അതിനൊന്നും മറുപടി നൽകുന്നില്ല. അവളുടെ പേര് ഷിയെ എന്നാണ്. അവളെ എവിടെയെങ്കിലും ജോലിക്ക് വിടുന്നതിനെക്കുറിച്ചാണ് അവൻ മുമ്പ് അങ്കിൾ ഗുവുമായി സംസാരിച്ചത്. അവൾക്ക് പക്ഷേ ജോലിക്ക് പോകാൻ താല്പര്യമില്ല. നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും കാശുണ്ടാക്കുന്നതിൻ്റെ തിരക്കിലല്ലേ, അപ്പോൾ അത് ചിലവാക്കാൻ ആരെങ്കിലും വേണ്ടേ? ആ ജോലി ഞാൻ ഭംഗിയായി ചെയ്തോളാം. വെറുതെ ജോലിക്ക് പോയി എന്താണ് കുടുംബത്തിൻ്റെ അന്തസ്സ് കളയുന്നത്? അല്ലെങ്കിൽ തന്നെ ശമ്പളം കിട്ടിയിട്ട് ഇവിടെ ആർക്ക് എന്ത് ചെയ്യാനാണ് എന്നൊക്കെ ചോദിച്ച് അവൾ അവനെ സോപ്പിടാൻ ശ്രമിക്കുന്നുണ്ട്. വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നതിനെക്കുറിച്ചും അവൾ ചോദിക്കുന്നുണ്ടെങ്കിലും അവൻ അതിനൊന്നും പെർമിഷൻ നൽകുന്നില്ല. മാത്രമല്ല അവളുടെ ശമ്പളത്തിന് വേണ്ടിയല്ല അവളെ ജോലിക്ക് വിടാൻ ഉദ്ദേശിക്കുന്നത്, കുറച്ച് ഉത്തരവാദിത്തങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയാണെന്ന് അവൻ പറയുന്നു. കമ്മലെടുക്കാൻ പോയിട്ട് അവൾ അതെടുക്കാതെ വന്നതിനെക്കുറിച്ച് റുവോ അറിഞ്ഞപ്പോൾ വീണ്ടും അവിടെ പോകാനുള്ള അവളുടെ ബുദ്ധിപരമായ നീക്കമായിട്ടാണ് റുവോയും അതിനെ കണ്ടത്. അതും പറഞ്ഞ് അവളെ പുകഴ്ത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ അവളുടെ അടുത്തേക്ക് വേറൊരാൾ വരുന്നതിനാൽ അവൾ ഫോൺ വെക്കുന്നുണ്ട്. വെപ്രാളപ്പെട്ട് ഓടുന്നതിൻ്റെ ഷുയി സത്യത്തിൽ അതെടുക്കാൻ മറന്നതായിരുന്നു.
ഇനിയിപ്പോൾ അവനെ വിളിക്കാനാണെങ്കിൽ അവൻ്റെ ഫോൺ നമ്പറുമില്ല. സ്വപ്നം കണ്ട ഇൻ്റർവ്യൂ കാറ്റിൽ പറക്കുമെന്ന ടെൻഷനിലാണ് അവൾ. റിവോയുടെ അടുത്തേക്ക് വന്നയാൾ ഒരുമിച്ച് രാത്രി കഴിയാൻ അവളെ ക്ഷണിക്കുന്നുണ്ടെങ്കിലും അവൾ നൈസായി ഒഴിഞ്ഞു മാറിപ്പോകുന്നു. ഷിയാൻ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഷുയുടെ കമ്പനിയിലേക്ക് നോക്കിയത് കുറച്ച് സമയം അവളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഷീ അടുത്ത ദിവസം രാവിലെ ഓഫീസിലെത്തിയപ്പോൾ യുലിങ്ങിനെ ചീഫ് ഓഫീസിലേക്ക് വിളിപ്പിക്കുന്ന കണ്ട് അവളുടെ ഇൻ്റർവ്യൂ തന്നെ ആയിരിക്കും പബ്ലിഷ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ സംശയം ചോദിക്കുന്നു. എന്തെങ്കിലും ആകട്ടെ, ഞാൻ ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് കഴിഞ്ഞു, ഇനിയെല്ലാം വരുന്ന പോലെ വരട്ടെ എന്ന് പറഞ്ഞ് ഷീ വാഷ്റൂമിലേക്ക് പോകുന്നു. അതിനുള്ളിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ യുലിങ് അകത്ത് നിന്ന് ആരുടെ ഫോണിൽ അവളെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ട് അവൾ പുറത്തു തന്നെ നിന്ന് ശ്രദ്ധിക്കുന്നു. ഷിയാൻ യുലിങ്ങിന് നൽകിയ ഇൻ്റർവ്യൂവിൽ കാര്യമായൊന്നും പറഞ്ഞിരുന്നില്ല. അവൾ ചോദിച്ചതിനൊക്കെ ഉഴപ്പി മറുപടി നൽകിയതല്ലാതെ ഡീറ്റെയിൽ ആയിട്ടൊന്നും അവൻ പറഞ്ഞിരുന്നില്ല. തന്നോട് പറയാതെ അവൻ അതേ ചോദ്യങ്ങൾ തന്നെ ചോദിച്ച ഷുയിക്ക് വിശദമായി മറുപടി നൽകുന്നതിനെക്കുറിച്ച് ചീഫ് പറഞ്ഞ് അവൾ അറിഞ്ഞിരുന്നു. ഷുയി സൗന്ദര്യം കാണിച്ച് അവനെ മയക്കൊണ്ടുകൊണ്ടാണ് അവൻ അവളോട് മാത്രം അങ്ങനെ പെരുമാറിയതെന്നുള്ള രീതിയിലാണ് അവൾ ഫോണിലൂടെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഷിയാൻ അവൾക്ക് പണി കൊടുത്തു എന്നറിഞ്ഞപ്പോൾ സന്തോഷത്തോടെ ഷുയി അകത്തേക്ക് കയറി ചെല്ലുന്നു. അവളുടെ കുറ്റം പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അവളെ കണ്ടപ്പോൾ യുലിങ്ങിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ താഴെ വീണ് പോകുന്നുണ്ട്. ഷുയി അതെടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തിട്ട് തന്നെ പുകഴ്ത്തി പറഞ്ഞിട്ട് താങ്ക്സ് പറഞ്ഞ് അവളുടെ നിന്ന് പോകുന്നു. യുലിങ്ങിനെ അവളോടുള്ള പക ഒന്നുകൂടി കൂടുന്നുണ്ട്. തൻ്റെ ക്വസ്റ്റ്യൻസ് മോഷ്ടിച്ച് യുലിങ് ഷിയാനെ ഇൻ്റർവ്യൂ ചെയ്തതിന് ചീഫ് അവൾക്ക് വാണിംഗ് കൊടുക്കുക മാത്രമാണ് ചെയ്തതെന്ന് അറിഞ്ഞപ്പോൾ അത്ര ചെറിയ ശിക്ഷ മതിയെന്ന് ഷുയി പരാതി പോലെ ചോദിക്കുന്നു. ഇതിൻ്റെ പേരിൽ അവളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ജേർണലിസ്റ്റ് എന്ന രീതിയിൽ ഇപ്പോൾ അവൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ശിക്ഷ കിട്ടിക്കഴിഞ്ഞു. ഷിയാൻ അവളോട് പറയാത്ത കാര്യങ്ങളൊക്കെ നിന്നോട് പറഞ്ഞത് നിന്റെ കഴിവിന് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമാണ്. അതുകൊണ്ട് തൽക്കാലം ഇത് വിട്ടുകളയാൻ ചീഫ് ഉപദേശിച്ചപ്പോൾ അവൾ അതിന് തയ്യാറാകുന്നു. അവൾ പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ ചീഫിൻ്റെ ഒരു കോൾ വരുന്നുണ്ട്. അവരുടെ റെക്കമെൻഡേഷനിൽ അവിടെ ആരെയോ ഇന്റേൺഷിപ്പ് ജോലിക്കെടുക്കുന്ന കാര്യമാണ് വിളിച്ചാൽ സംസാരിച്ചത്. ഇന്റേൺഷിപ്പിൻ്റെ കാര്യമൊക്കെ ഓക്കെ ആയി കഴിഞ്ഞു. പക്ഷേ അതിൻ്റെ കാലാവധി കഴിയുമ്പോൾ പിന്നീട് ഇവിടെ ജോലിക്ക് എടുക്കുമോ ഇല്ല എന്നുള്ളത് അവരുടെ കഴിവിനെ ആശ്രയിച്ചിരിക്കുമെന്ന് ചീഫ് പറയുന്നുണ്ട്. ഷിയാൻ ലിയാൻ ടെക്നോളജിയുടെ CEO ഷെന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. ഷിയാൻ ആവശ്യപ്പെട്ടതുപോലെ അവനൊരു തീരുമാനം എടുക്കുന്നവരെ വെയിറ്റ് ചെയ്യണോ അതോ കമ്പനിക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതുപോലെ മറ്റാരുടെയെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കണമെന്നൊക്കെ അയാൾ വളരെയധികം കൺഫ്യൂഷനായിരിക്കുന്ന ഒരു ടൈമായിരുന്നു അത്. ഇൻ്റർവ്യൂ ചെയ്യുന്നതിനിടയിൽ അവൾക്കത് മനസ്സിലാകുന്നു. അവൾ അയാൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ഉപദേശം നൽകുന്നുണ്ട്. അത് കഴിഞ്ഞ് 1-2 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഷിയയോട് ജോലിക്ക് പോകാൻ പറഞ്ഞ ദിവസം എത്തുന്നു. പക്ഷേ അതിനുള്ള യാതൊരു ഉദ്ദേശവും ഇല്ലാതെയാണ് അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ചെന്നിരുന്നത്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ജോലിക്ക് പോകാൻ റെഡിയാക്കാൻ പറഞ്ഞപ്പോൾ പോകാതിരിക്കാൻ വേണ്ടി അവൾ പല എക്സ്ക്യൂസുകളും പറഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞിട്ട് ഷിയാൻ വിടാൻ ഭാവമില്ല. അവസാനം പോകാമെന്ന് അവൾക്ക് സമ്മതിക്കേണ്ടി വരുന്നു. അവൻ തന്നെയാണ് അവളെ ഓഫീസിന് മുന്നിൽ ഡ്രോപ്പ് ചെയ്തത്. ഷിയുടെ ഓഫീസിൽ ഇന്റേണായിട്ടാണ് അവൾ ജോലി ചെയ്യാൻ പോകുന്നത്. വണ്ടിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴും എസ്കേപ്പ് ആക്കാൻ വല്ല വഴിയുമുണ്ടോ എന്ന് അവൾ നോക്കുന്നുണ്ട്. അവളെ നന്നായി അറിയാവുന്നത് കൊണ്ട് അവൾ ഓഫീസിലേക്ക് കയറി കഴിഞ്ഞാണ് ഷിയാൻ വണ്ടി വിട്ട് പോയത്. ഓഫീസിലേക്ക് വരികയായിരുന്ന ഷുയി അവൻ്റെ വണ്ടി ജസ്റ്റ് ഒന്ന് കാണുന്നു. അവനാണെന്ന് സംശയം തോന്നുന്നുണ്ടെങ്കിലും അവൾക്ക് ഉറപ്പില്ല. അതേപോലെ തന്നെ അവനും അവളെ ഒരു മിന്നായം പോലെ കണ്ടിരുന്നു. അതുകൊണ്ട് വണ്ടി അവിടെ നിർത്തി അവൾ ഓഫീസിലേക്ക് കയറി പോകുന്നത് നോക്കി നിന്ന ശേഷമാണ് അവൻ പോയത്. ഷുയി അകത്തേക്ക് കയറി ചെന്നപ്പോൾ ഞാൻ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. കമ്പനിയിൽ പുതുതായി 2 ഇന്റേൺസ് അന്ന് ജോലി ചെയ്യുന്നുണ്ട്. അതിലൊരാളെ ഷുയിക്ക് അസിസ്റ്റൻ്റായി കിട്ടിയാൽ അവളുടെ ജോലിഭാരം കുറച്ച് കുറഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ മുന്നോട്ട് പോകുമ്പോൾ യുലിങ് അവർക്കെതിരായി എങ്ങോട്ട് പോകുന്നു. പ്രധാനപ്പെട്ട ആരെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ ഗവയാണ്. അടുത്ത മാഗസിൻ്റെ ഹെഡ്ലൈൻ അവൾക്ക് തന്നെ കിട്ടുമെന്ന ഉറപ്പിലാണ് അവളുടെ പോക്ക് എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഷുയെ രാവിലെ തന്നെ ചീഫ് ഓഫീസിലേക്ക് വിളിപ്പിച്ചിട്ട് പുതിയ ഇന്റേണിനെ അവളുടെ കീഴിൽ അസൈൻ ചെയ്തതായി പറഞ്ഞിട്ട് ബയോഡാറ്റ നൽകുന്നു. പക്ഷേ തങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ ഒരാളുടെ ആവശ്യമില്ല. മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നൽകാൻ പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു. അത് നടക്കില്ലെന്ന് മനസ്സിലായപ്പോൾ എനിക്ക് പുതുതായി ഒരാളെ ട്രെയിൻ ചെയ്യാനുള്ള സമയമില്ല, നല്ല തിരക്കിലാണ് എന്നവൾ പറയുന്നുണ്ട്. തിരക്കിൽ അവളെ സഹായിക്കാൻ കൂടി വേണ്ടിയാണ് ഇങ്ങനെ ഒരാളെ നൽകുന്നത്. അതുമാത്രമല്ല ഇതൊരു പേഴ്സണൽ റിക്വസ്റ്റ് കൂടിയാണെന്നൊക്കെ ചീഫ് പറഞ്ഞപ്പോൾ അവൾക്ക് സമ്മതിക്കേണ്ടി വരുന്നു. ഷിയെയാണ് അവൾക്ക് ഇന്റേണലായി കിട്ടിയിരിക്കുന്നത്. അവളുടെ ബയോഡാറ്റ നോക്കിയപ്പോൾ വിദേശത്തെ വലിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗ്രാജുവേഷൻ പാസ്സായതാണ് എന്നറിയുന്നു. അവിടെ പഠിക്കണമെങ്കിൽ ഏതെങ്കിലും സമ്പന്ന കുടുംബത്തിലെ അംഗമായിരിക്കണം. ജോലിക്ക് പോകേണ്ട ആവശ്യമൊന്നും ഉണ്ടാകില്ല. വീട്ടിലങ്ങനെ മടങ്ങിയിരിക്കാനുള്ളതിന് തനിക്ക് ജോലി ഉണ്ടാക്കാനായിട്ട് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പരാതി പറഞ്ഞുകൊണ്ടാണ് അവൾ നാനിൻ്റെ അടുത്തേക്ക് ചെന്നത്. വിദേശത്ത് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ആളല്ലേ, നിനക്ക് സഹായമായിരിക്കുമെന്നൊക്കെ ഞാൻ ആദ്യം പറഞ്ഞെങ്കിലും കോളേജിലെ അവളുടെ സ്കോറൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവളെ കൊണ്ട് ഉപകാരത്തെക്കാൾ കൂടുതൽ ഉപദ്രവം ഉണ്ടാക്കാനാണ് സാധ്യത എന്ന് ഞാനും പറയുന്നു. ഇനി പുതുതായി എന്തൊക്കെ കുഴപ്പങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ഷുയി ചിന്തിച്ചിരിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.